ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗോപാലേട്ടാ, കൃഷ്ണ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവളിപ്പോ എന്നെ വിളിച്ചിരുന്നു. വരട്ടെ. വന്നു കഴിഞ്ഞാ നേരെ സിത്താര മേഡത്തിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നതെന്ന് ഓർക്കുമ്പോ. അതെ, എല്ലാ കാര്യവും തീരുമാനിച്ച് ആ പെങ്കൊച്ചനെ കൊണ്ട് കാശ് വാങ്ങിപ്പിച്ചിട്ടേ അതിനെ അവസാനം പെന്തിരിപ്പിക്കുന്ന വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ പേടി കൊണ്ടാ ഞാൻ പറഞ്ഞേ. എന്റെ സുനന്ദേ, നാട്ടില് ലൈൻ കമ്പി പൊട്ടി വീഴുന്ന ആളുകൾ മരിക്കാറുണ്ട് എന്ന് കരുതി അതിന്റെ താഴെ കൂടെ ആളുകൾ ആരും നടക്കാതിരിക്കില്ലല്ലോ. നമ്മുടെയൊക്കെ വിശ്വാസം എന്താ? നമുക്കൊന്നും പറ്റില്ല. അതല്ലേ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുന്നത്. സുനന്ദേ, കൃഷ്ണമോളുടെ കാര്യത്തില് എനിക്ക് ദൈവത്തെ വിശ്വാസമുണ്ട്. അവൾക്കൊന്നും പറ്റില്ല. ഗാഥയും കൃഷ്ണയും ആരുടെ മക്കളായിരിക്കുമെന്ന് നമ്മൾ കുറെ ആലോചിച്ചല്ലേ. എന്നിട്ട് ഏതിനായിരുന്നു കൂടുതൽ സാധ്യത? രണ്ടുപേരും സിത്താര മേഡത്തിന്റെ മക്കള് തന്നെ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ കൃഷ്ണയെ നമ്മളിപ്പോ അയക്കുന്നതേ അവളുടെ അമ്മയുടെ അടുത്തേക്കാ. ഗാഥയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന സിത്താര മേഡം ഇനി മുതൽ കൃഷ്ണയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവും. അതിലും സുരക്ഷിതത്വം വേറെ എവിടെ കിട്ടാനാ? നമ്മൾ തലോ തിന്നാ കിട്ടുവോ? അതൊക്കെ ശരിയാ. പക്ഷേ അത്രയും വലിയ തറവാട്ടുകാരോടും വലിയ ബിസിനസ്സുകാരോടൊക്കെ അല്ലേ ഇടപെടേണ്ടത്? അതൊക്കെ അവർ പഠിപ്പിച്ച് ശരിയാക്കിക്കോളും. ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പൊ കൃഷ്ണ അഭിനയിക്കുന്നില്ലേ, അയാളെ തന്നെ കൃഷ്ണ കല്യാണം കഴിക്കും. നിങ്ങൾ എന്താ വല്ല പകൽക്കിനാവ് കാണുകയാണോ? പകൽക്കിനാവൊന്നുമല്ല, എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, എന്തെങ്കിലും കാരണവശാല് ഗാഥയും ആ ബിസിനസ്സുകാരന്റെ വിവാഹം നടന്നില്ല എങ്കിൽ കൃഷ്ണമോളായിരിക്കും അയാളുടെ ഭാര്യയാകുന്നത്. എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾക്കാണെങ്കിലേ ആഗ്രഹിച്ചൊടുങ്ങിയ പിന്നെ ഒരു അന്തവും കുന്തം ഉണ്ടാവില്ല. അവളുടെ കാര്യത്തിലല്ലേടി സുനന്ദേ, കൂടുതൽ ആഗ്രഹിച്ചാലും ഒരു കുഴപ്പമില്ല. അവളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അവള് സന്തോഷത്തോടൊന്ന് ചിരിച്ചു കണ്ടാ മതി എനിക്ക്. ലോട്ടറിയും കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ ആൾക്കാരിപ്പൊ ചോദിക്കുന്നതേ മോൾ എവിടെ പോയി ഗോപാലെന്നാ. അത് കേൾക്കുമ്പോ ഒരു സന്തോഷ. നമ്മുടെ മോളെ ദൈവം കാക്കും സുനന്ദേ, ഉറപ്പാ. എന്റെ നാഗദൈവങ്ങളെ, ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ഈ കാര്യം എനിക്ക് ചെയ്യേണ്ടി വരുന്നത്. ഏത് പ്രതിസന്ധിയിലും എന്റെ കൂടെ നിൽക്കണേ. ആ കൃഷ്ണ വരൂ. പിന്നെ കൃഷ്ണയുടെ തീരുമാനം നന്നായി. സിത്താര മാം ഹാപ്പിയാ.